ഈ 5 വർഷക്കാലം നടക്കാത്ത ഒരു കാര്യത്തിൽ അതിനു മുൻപ് നടന്ന കാര്യങ്ങളുടെ പേരിൽ വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു, അതായത് എന്നെ ഇപ്പോ ആ നിലയിൽ പറയുന്നതാണ്. അക്കാലത്ത് മന്ത്രി അല്ലാതെ ഇരുന്ന, ഇത് ഈ സർജറി നടക്കുമ്പോൾ മന്ത്രി അല്ലാതെ ഇരുന്ന എന്നെയാണ് എത്തരത്തിൽ ആക്രമിച്ചത്. എന്റെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. പുറത്തിറങ്ങിയാൽ എന്റെ മുഖം കറുപ്പിക്കും എന്ന് പറഞ്ഞു. എന്നെ അല്ലാതെ തെരുവിൽ അല്ലെങ്കിൽ വഴിയിൽ നടക്കുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ നടന്ന് പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മളുടെ അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, അതാ നോക്കൂ. ഞാനൊരു സൈഡിൽ ശാരീരിക അവശതയോടെ മാറി നിൽക്കുകയാണല്ലോ. എന്തിന്റെ സമരം, എന്തിന്റെ പ്രതിഷേധം, ഇങ്ങോട്ട് വാടാ, ഞാൻ അങ്ങോട്ട് വരാടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് കയർക്കുന്നതിൻ്റെ, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയുമായിട്ടുള്ള രീതിയിലാണ് AI ഉപയോഗിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ചത്. ഒരു ഇനാം പ്രഖ്യാപിക്കുക. അപ്പോൾ സാധാരണ സ്ത്രീകൾക്കെതിരെ സമരം നടക്കുമ്പോൾ പെൺകുട്ടികൾ ഉണ്ടാകും, സ്ത്രീകൾ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ പുരുഷന്മാർ വന്നിട്ട് ഇതിലേക്ക് ഇടിച്ചു കയറി. ഒരു സ്ത്രീക്കെതിരെ കരിങ്കൊടി വീശാൻ വരുമ്പം 5-6 വനിതകളുമായിട്ട് വന്ന് കരിങ്കൊടി വീശണമെന്നുള്ള അടിസ്ഥാന മര്യാദ പോലും അവർ കാണിച്ചില്ല. ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ തലയ്ക്കടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് കരിങ്കൊടി വീശി, ഒരു സ്ത്രീയല്ലേ ഞാൻ. അയ്യോ, കടലി ഉളുക്കുന്നത് പോലുള്ള മഹാരോഗമൊന്നും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ കാറലും മിത്തപ്പ. എന്നാലും ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന തന്നില്ല. അത് വന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇനാം പ്രഖ്യാപിക്കുന്നതോ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് ഞാൻ ഒരു ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ പോയിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപ്പാ. ICUയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന ആദ്യ രോഗി എന്ന ഒരു ഖ്യാതി കൂടി ഞാൻ നേടിയതിൽ നിങ്ങൾക്കുള്ള സന്തോഷം ഞാൻ അറിയുന്നുണ്ട്. എന്റെ കാലത്തിനും അല്ലാതെ നടന്നൊരു കാര്യം, ഈ 5 വർഷം നടന്ന സംഭവങ്ങളുടെ പേരിൽ അല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കോന്നി താലൂക്ക് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു. അടൂര് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചു, ഈ ഘട്ടത്തിൽ നിർമ്മിച്ചാണ്. റാന്നി ആശുപത്രി, അങ്ങനെ ഓരോ ആശുപത്രിയിലും മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും ഒക്കെ തന്നെ. അപ്പൊ അടിസ്ഥാന സൗകര്യത്തിൽ 130 ആശുപത്രികൾ, താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ നമുക്ക് പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കാനായിട്ട് സാധിച്ചു. OP 2016 8 കോടിയാണ് മൾട്ടിപ്പിൾ എൻട്രി OP നമ്മൾ കണക്കാക്കിയാൽ. ഇന്ന് 13 കോടി ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ കൂടുതൽ ശക്തമായി തുടരും. ഇപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത, അത് ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ. ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. ഇതിൻ്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇത്രയധികം മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും തീ പിടിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ തീയിൽ മുങ്ങുമ്പോൾ വെന്റിലേറ്ററുകൾ ഓഫായി പോകുന്ന സ്ഥിതിവിശേഷം ഈ നാട്ടിലുണ്ടാകുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് അത് 5 കൊല്ലമല്ല, വേണമെങ്കിൽ 50 കൊല്ലം ഇരിക്കുമെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുള്ള നാടായി കേരളത്തെ മാറ്റിയത് ഈ സർക്കാരിന്റെ കാലം. അതുമാത്രമല്ല, ഈ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ചികിത്സയ്ക്ക് വേണ്ടി പോയി ആ ചികിത്സയ്ക്ക് വേണ്ടി യാചിക്കേണ്ട സ്ഥിതിവിശേഷം തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ചികിത്സാ പിഴവുകളുടെ ഘോഷയാത്രയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി, ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്.
നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പോക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിൻ്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചത്. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എങ്ങനെയാണ് യാത്ര ഇരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. എണീറ്റ് വരണ്ടേയിരുന്നു. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? കയ്യിലിരിപ്പ് നല്ലതാണെങ്കിലേ ഇങ്ങനെ കുനിഞ്ഞോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കി മിണ്ടാതിരിക്കേണ്ടി വരത്തില്ല. ചാടി കയറി അവിടെ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അതിന് മറുപടി സ്പോട്ടില്. അങ്ങനല്ല എന്ന്. ലൈവ് പരിപാടി ആയിരുന്നത് കൊണ്ട് ഒന്ന് ഇറങ്ങി ഓടാൻ പോലും നമ്മുടെ ഉളുക്ക് വനിതയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമുണ്ട് കേട്ടോ. ഇരുത്തി അപമാനിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് അപമാനമൊന്നുമായിട്ട് കരുതണ്ട, അഭിമാനമുള്ളവർക്കല്ലേ അപമാനം ഫീൽ ചെയ്യുള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.